അപ്പോൾ നമ്മുടെ ആറാട്ടുപുഴ ഉത്സവം ത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ ഉള്ളത് തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ അവിടെയാണ്. അപ്പോൾ തൃപ്രയാർ അമ്പലത്തിൽ നിന്ന് തേവര് ഉത്സവത്തിന് ദേവീദേവന്മാരെല്ലാം ക്ഷണിക്കാൻ വേണ്ടി ആനപ്പുറത്ത് തിടമ്പേറ്റി ഇൻവിറ്റേഷന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ 4 തവണയായിട്ടാണ് തേവർ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ തേവർ പോയിട്ട് ഫൈനലായിട്ടുള്ള ഇൻവിറ്റേഷൻ ഇറങ്ങിയിട്ട് ഇപ്പോൾ പറ നിറച്ചിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ്, ഇതാണ് കരുവണ്ണ റിവർ. ഇതിൻ്റെ അങ്ങേ തലയ്ക്കാണ് നമ്മുടെ ക്ഷേത്രം. അപ്പോൾ തേവർ സഞ്ചരിക്കുന്നത് നമ്മുടെ ഈ കാണുന്ന എന്താ പറയുക വള്ളത്തേൽ, അതിൻ്റെ ഒരറ്റത്ത് ഹനുമാൻ സ്വാമി തൊഴുതു നിൽക്കുന്ന ഒരു ഇത് കാണുന്നുണ്ട്. ഇവിടെ എന്തോ കയാക്കിങ് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തൃപ്രയാർ ആറിന് പുറകെയുള്ള കരുവണ്ണ റിവറിന് പുറകെയുള്ള ബസ്സൊക്കെ വണ്ടിയൊക്കെ പോകുന്ന വഴിയാണ്, ബ്രിഡ്ജാണ്. അങ്ങ് ലോങ് കാണുന്നതാണ് തൃപ്രയാർ ക്ഷേത്രം. അപ്പോൾ ശ്രീരാമൻ്റെ വള്ളമാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ വള്ളത്തിലേറിയിട്ട് ഇപ്പുറത്ത് വരും. അപ്പോൾ ശ്രീരാമൻ്റെ പോക്കും വരവൊക്കെ പുള്ളിക്കാരൻ്റെ ഒരു തനി വഴിയുണ്ട്, ആ വഴി കൂടെയാണ് പോകുന്നത്. അപ്പോൾ മെയിൻ റോഡിൽ കൂടെയല്ല സഞ്ചാരം. അപ്പോൾ തൃപ്രയാർ അമ്പലത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ചാനലിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ശ്രീരാമൻ എല്ലാ ദേവീദേവന്മാരെയും ക്ഷണിച്ചിട്ട് തിരിച്ച് അമ്പലത്തിലേക്ക് കയറുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന വള്ളത്തിൽ കയറിയിട്ട് അപ്പുറത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോകും. അപ്പോൾ 4 തവണയാണ് ശ്രീരാമൻ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ഫൈനൽ ഡേ ആണ്. അങ്ങനെ ഇന്ന് വൈകുന്നേരം ഒരു 6-7 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് ആറാട്ട് സ്റ്റാർട്ട് ചെയ്യും. 14 കിലോമീറ്ററാണ് ഇവിടുന്ന് തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്ന് ആറാട്ടുകുളം ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ എല്ലാവരും പറവഴിപാട് നടക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇവിടെയുള്ള ഭക്തജനങ്ങൾ പറ കാര്യങ്ങളൊക്കെ നിറയ്ക്കും, അതേപോലെ തുലാഭാരം കാര്യങ്ങളൊക്കെ ചെയ്യും.
അങ്ങനെ ശ്രീരാമൻ ആറാട്ടുപുഴ ക്ഷേത്രത്തിലേക്ക് എല്ലാ ദേവികമാരും ഇൻവൈറ്റ് ചെയ്തിട്ട് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയാണ് ആറാട്ടുപുഴ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ദേവൻ ദേവിമാരും ഇന്നവിടെ രാത്രി ഉണ്ടാവും.